എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളും കടമ്പാട്ടുകോണം മുതൽ ആയങ്കോണം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് അപ്ഡേറ്റുകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ആരംഭിക്കുന്നത് മുക്കട അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിൽ നിന്നാണ്. ഈ ഒരു ഭാഗം വഴിയാണ് നമുക്ക് പാരിപ്പള്ളി ഫ്ലൈ ഓവറിലേക്ക് പോകാൻ കഴിയുക. ഫ്ലൈ ഓവറിൻ്റെ രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ക്രാഷ് ബാരിയറുകളിലെ പെയിൻറ്റിങ് വർക്കുകളും കഴിഞ്ഞതായി കാണാം. ഇപ്പോൾ നിൽക്കുന്നത് മുക്കട അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ്. അണ്ടർപാസ് വരുന്ന ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇനി കുറച്ച് ഭാഗം മാത്രമായി പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഇത് പാരിപ്പള്ളിക്ക് മുക്കടയ്ക്ക് ഇടയ്ക്കുള്ള HP പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഭാഗമാണ്. ഇവിടെയും റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. തെക്ക് സൈഡിലെയും വടക്ക് സൈഡിലെയും അപ്രോച്ച് സ്ലാവിൻ്റെ കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്രോച്ച് സ്ലാവ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഏകദേശം 1 മീറ്ററോളം PCC ചെയ്ത് അതിൻ്റെ മുകളിലായി വീണ്ടും ഒരു സ്ലാവ് വാർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ടാറിങ് വർക്കിന് മുന്നോടിയായി ബിറ്റുമിൻ കോട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലെയും സ്ലാവിൻ്റെ വർക്ക് പൂർത്തിയായാലുടൻ തന്നെ ടാറിങ് വർക്കുകളും കംപ്ലീറ്റ് ആക്കി റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമായിരിക്കും. സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് വേണ്ടിയുള്ള പോളുകളും സ്ഥാപിക്കുന്ന വർക്കുകൾ ഒരു സൈഡിൽ നടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലാണ്. നേരെ കല്ലുവാതുക്കൽ ടോൾ പ്ലാസയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി മുക്കടയിൽ നിന്നും നേരെ ആയങ്കോണം ഭാഗത്തേക്ക് പോകാം. കൊല്ലം ജില്ലയിൽ ശിവാലയുടെ റീച്ച് അവസാനിക്കുന്നത് ഇവിടെ വരെയാണ്. ഇവിടുത്തെ സർവീസ് റോഡുകളുടെയും മെയിൻ റോഡിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗമാണ് RKC കമ്പനി വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 20 ദിവസങ്ങൾക്ക് മുന്നെയാണ് കല്ലമ്പലം ഭാഗത്തേക്ക് വീഡിയോ ചെയ്തത്. അന്നത്തെ അപേക്ഷിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ മണ്ണ് ഉയർത്തി GSP ഇട്ട് മുകളിലായി ബിറ്റുമിൻ കോട്ടിംഗ് ചെയ്തിരിക്കുന്നതായി കാണാം. വിട്ടുവിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് നടക്കുകയാണ്. ഈ കടമ്പാട്ടുകോണം ഒരു താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്താൽ എത്രത്തോളം ബലക്കും എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗത്തും സോയിൽ ടെസ്റ്റ് നടക്കുന്നത്. ഇവിടെ വലത് ഭാഗത്തായി റീറ്റെയിനിങ് വാളുകളൊക്കെ നല്ല ഉയരത്തിലാണ് നിർമ്മിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് റീറ്റെയിനിങ് വാളിന് വേണ്ടിയുള്ള ബേസ്മെൻ്റൊക്കെ ചെയ്തത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പി ഉയർന്നിരിക്കുന്ന ഭാഗം വരെയാണ് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കേണ്ടത്. നല്ല ഉയരത്തിൽ തന്നെയാണ്. ആ ഭാഗത്ത് സർവീസ് റോഡ് നല്ല താഴ്ചയിലുമാണ് കടന്നു പോകുന്നത്. ഇനി ഫാർമസി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ വർക്കുകളൊക്കെ കുറേ ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഒക്കെ വർക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ഭാഗത്ത് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. പുതുതായിട്ട് വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കാണുന്നത് ഫാർമസി ജംഗ്ഷനും 28-ാം മൈലിനും ഇടയ്ക്കായി നിർമ്മിക്കുന്ന അടിപ്പാതയുടെ ഭാഗമാണ്. ഇവിടെ പിയറിലാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത്.
ഒരു സൈഡിലെ 2 പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് 2 വർഷത്തിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു തോട് കടന്നു പോകുന്ന ഭാഗമുണ്ട്. അവിടെ കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയതാണ്, ഇതുവരെയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതും വയൽ പ്രദേശമാണ്. ഇവിടെയും 2-3 സ്ഥലങ്ങളിൽ സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും റീറ്റെയിനിങ് വാളുകൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ രീതിയാണോ അതോ പൈലിംഗ് നടത്തി പിയറുകൾ സ്ഥാപിക്കുക എന്നത് തീരുമാനിക്കുക. ഇപ്പോൾ 28-ാം മൈൽ ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഇടത് സൈഡിലായി GSP നിരത്തിയിരിക്കുന്നതായി കാണാം. 28-ാം മൈൽ ജംഗ്ഷനും നാവായിക്കുളത്തിനും ഇടയ്ക്കുള്ള ഭാഗവും വയൽ പ്രദേശം തന്നെയാണ്. ഇവിടെ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഭാഗത്താണ്. ഇവിടെ അടിപ്പാതയുടെ നിർമ്മാണം നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഇവിടെയും സോയിൽ ടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിലായി നോക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് റീറ്റെയിനിങ് വാളുകൾ ഉയർത്തി തുടങ്ങിയായിരുന്നു. വീണ്ടും അവിടെയെല്ലാം വർക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അടിപ്പാത കഴിഞ്ഞ് തെക്ക് സൈഡിലാണ് കൂടുതലായി വർക്കുകൾ പുരോഗമിച്ചിട്ടുള്ളത്. ഇവിടെ 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വാഹനങ്ങൾ അതുവഴിയാണ് കടത്തിവിടുന്നത്. മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് 2 സൈഡിലും റീറ്റെയിനിങ് വാളുകൾ ഉയർത്തിയിട്ടുണ്ട്. അതിനകത്തിപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളും നടക്കുകയാണ്. ഇപ്പോൾ നാവായിക്കുളം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ താറിങ്ങാണ് കഴിഞ്ഞിരിക്കുന്നത്. 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെയും ഫസ്റ്റ് ലെയർ താറിങ്ങി കഴിഞ്ഞതായി കാണാം. ഇത് തട്ടുപാലത്ത് നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗമാണ്. ഇപ്പോൾ അടിപ്പാത വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അടിപ്പാതയോട് ചേർന്നുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തെ മണ്ണെല്ലാം നീക്കം ചെയ്ത് ഇപ്പോൾ അല്പം കൂടി താഴ്ത്തിയിട്ടുണ്ട്. നേരത്തെ ഇതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോകില്ലായിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാം. ടാറിംഗ് പ്രവൃത്തികളൊന്നും നടത്തിയിട്ടില്ല. അടിപ്പാത കഴിഞ്ഞ ഉടൻ തന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ തോടിന് കുറുകെയുള്ള വലിയ ബോക്സ് കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ കൾവട്ടിനും അടിപ്പാതയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് മണ്ണ് നിരത്തി ഉയർത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ കൾവട്ട്. ഈ കൾവട്ടിൻ്റെ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയാക്കി വാഹനങ്ങൾ അതുവഴിയാണ് കടത്തിവിടുന്നത്. ഈ ഒരു കൾവട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ റീറ്റെയിനിങ് വാളുകൾക്കുള്ളിലെല്ലാം മണ്ണ് നിരത്തി ഫസ്റ്റ് ലെയർ ടാറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും നേരെ പോകുന്നത് കല്ലമ്പലം ഭാഗത്തേക്കാണ്. ഇവിടെ ഇടത് ഭാഗത്തെ സർവീസ് റോഡ് കുറച്ച് ദൂരം വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അതുവഴി വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ കല്ലമ്പലത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകളാണ് നിർമ്മിക്കുന്നത്. നേരത്തെ 8ഓളം ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ പുതുതായി ഗർഡറുകൾ കാസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ നടക്കുകയാണ്. കല്ലമ്പലം ജംഗ്ഷനിലും പാരിപ്പള്ളിയിലേതുപോലെ തന്നെ 3 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറാണ് നിർമ്മിക്കുന്നത്. ഒരു സൈഡിലുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ ഇവിടെയും കൂടുതൽ പിയറുകൾ ആവശ്യമാണെന്ന് പ്രദേശവാസികൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങിയിരുന്നു. ഇത് ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചയാണ്. ഇവിടെ മുതൽ നേരെ ആയങ്കോണത്തിനടുത്ത് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു കിടക്കുകയാണ്. മെയിൻ റോഡിൻ്റെ ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട്.
ഇത് ആയങ്കോണം ഭാഗത്താണ്. ഇവിടെ നിന്നും വലതേക്ക് തിരിഞ്ഞാണ് മണമ്പൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയുക. ആയങ്കോണം ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊന്നും തുടങ്ങിയതായി കാണുന്നില്ല. ഓവർപാസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഡൈവേർഷൻ റോഡ് മാത്രം ചെയ്തിട്ടിട്ടുണ്ട്. 2 ഗർഡറുകൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ ഗർഡറിന് വേണ്ടിയുള്ള സ്റ്റീൽ വർക്കുകൾ തുടങ്ങിയതാണ്. ഇവിടെ ഇടത് സൈഡിലുള്ള സർവീസ് റോഡ് ഉയർന്നാണ് പോകുന്നത്. മെയിൻ റോഡ് താഴ്ന്നുമായിരിക്കും. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഇത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ ഭാഗത്ത് റീറ്റെയിനിങ് വാളുകളൊക്കെ നിർമ്മിച്ച് വരികയാണ്. ഫ്ലൈ ഓവറിന് അടുത്ത് വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ ഏകദേശം മെയിൻ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. റോഡിൻ്റെ ഇടത് സൈഡിലെ കാഴ്ചകൾ കാണുന്നതിനായി മറു സൈഡിലെ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മൊത്തത്തിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മുഴുവനായി കാണാവുന്നതാണ്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.